സുവിശേഷ പ്രവർത്തനം ചെയ്യുന്ന ഒരു വ്യക്തി ജോലി ചെയ്യാൻ പാടുണ്ടോ എന്നൊരു ചോദ്യം പല ആളുകളുടെ മനസ്സിലുണ്ട്. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, ദൈവാലയത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന ഒരു വ്യക്തി അവൻ്റെ ഓഹരി ദൈവാലയത്തിൽ നിന്നാണ് പ്രാപിക്കുന്നത് എന്നതുപോലെ സുവിശേഷ ഘോഷണം നടത്തുന്ന ഒരു വ്യക്തി സുവിശേഷത്താൽ ഉപജീവിക്കണം എന്നും ദൈവം കൽപ്പിച്ചിരിക്കുന്നു. എന്നിരുന്നാലും സുവിശേഷത്തോടുള്ള തൻ്റെ പ്രതിബദ്ധത കാരണം പൗലോസ് പറയാണ്, ഞാൻ ചെയ്യുന്ന ആ സുവിശേഷ വേലയെ ആരും കുറച്ചായി കാണാതിരിക്കാനും അതിനെപ്പറ്റി വ്യാജവും ഭോഷ്കും സംസാരിക്കാതിരിക്കാനും ഞാൻ അതിൽ നിന്ന് എൻ്റെ ചെലവിന് വേണ്ടി പണമൊന്നും എടുക്കാറില്ല. എന്ന് വെച്ചാൽ പൗലോസ് സൗജന്യമായിട്ടാണ് സുവിശേഷ പ്രവർത്തനം ചെയ്തത്. അവന് അധികാരമുണ്ട് എങ്കിലും ആ അധികാരം അവൻ ക്ലെയിം ചെയ്യാതെ സൗജന്യമായിട്ടാണ് തൻ്റെ സുവിശേഷ പ്രവർത്തനം നടത്തിയത് എന്നാണ് പൗലോസ് പറയുന്നത്. പൗലോസ് നമ്മൾ അപ്പോസ്തല പ്രവൃത്തികളിൽ വായിക്കുന്നു, അക്വിലയും പ്രിസ്കില്ലയും അവരുടെ വീട്ടിൽ പൗലോസ് താമസിച്ച സമയത്ത്, അവരുടെ കൂടെ താമസിച്ച സമയത്ത് പൗലോസിൻ്റെ തൊഴിൽ ചെയ്തിട്ടുണ്ട്. തെസ്സലോനിക്കയിൽ ആയിരുന്ന സമയത്ത് പൗലോസ് അവൻ്റെ തൊഴിൽ ചെയ്തിട്ടുണ്ട്. ആ തൊഴിലിനോടുള്ള ബന്ധത്തിലാണ് സുവിശേഷ പ്രവർത്തനം ചെയ്തത്. അപ്പോൾ നമ്മളൊരു ജോലി ചെയ്യുന്നു, ആ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് സുവിശേഷ വേല ചെയ്യാമോ? ചെയ്യാം. ഇനി നമ്മൾ സുവിശേഷ പ്രവർത്തനം ചെയ്യുന്നു, അതിനോടുള്ള ബന്ധത്തിൽ അതാണ് നമ്മളെ മെയിൻ കാര്യമെങ്കിലും നമുക്ക് വേറെ ജോലി ചെയ്യാമോ? നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യാം എന്നാണ് പൗലോസ് പറയുന്നത്. ഇനി ചെയ്യാമെന്ന് മാത്രമല്ല, അങ്ങനെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരുടെ മേലും ദൈവസഭയുടെ മേലെയുള്ള ഭാരം കുറയ്ക്കുകയാണ്, ചെലവ് കൂടാതെയാണ് നിങ്ങൾ ദൈവത്തിൻ്റെ സുവിശേഷ പ്രവർത്തനം ചെയ്യുന്നത്, അതുകൊണ്ട് നിങ്ങൾക്ക് അധികം പ്രതിഫലമുണ്ട് എന്നുകൂടിയാണ് പൗലോസ് പറയുന്നത്. പൗലോസിൻ്റെ പ്രതിഫലം എന്ന് പറയുന്നത് ചെലവ് കൂടാതെ ആ സുവിശേഷം എന്ന് വെച്ചാൽ തനിക്ക് വേണ്ടി ഒന്നും എടുക്കാതെ ആ സുവിശേഷം താൻ പ്രസംഗിക്കുന്നതാണ്. അങ്ങനെയാണ് പൗലോസ് അതിനെ കാണുന്നത്. ഇപ്പോൾ സുവിശേഷ വേല ചെയ്യുന്ന വ്യക്തികൾ, പൂർണ്ണസമയ സുവിശേഷ വേല ചെയ്യുന്ന വ്യക്തികളുണ്ട്. അവരെക്കാളും പൂർണ്ണസമയമാണ് വാസ്തവത്തിൽ പറഞ്ഞാൽ പൗലോസ് ചെയ്യുന്ന മിനിസ്ട്രി. എന്ന് വെച്ചാൽ അവൻ പൂർണ്ണസമയ സുവിശേഷ വേല ചെയ്യുന്നു എന്ന് മാത്രമല്ല, അതിൽ നിന്ന് താൻ അർഹിക്കുന്ന പണം എടുക്കുന്നില്ല എന്ന് മാത്രമല്ല, അധ്വാനിച്ച് തനിക്ക് വേണ്ടിയിട്ട് പണമുണ്ടാക്കി അതിൽ നിന്നും ഒരുപക്ഷെ സുവിശേഷ പ്രവർത്തനങ്ങൾ ചെയ്യുന്നു. അപ്പോൾ അത്രയും ലെവലിലുള്ള ഒരു സമർപ്പണമാണത്. അപ്പോൾ ഒരിക്കലും ഒരു വ്യക്തി സുവിശേഷ വേല ചെയ്യുന്ന ഒരു വ്യക്തി, ആ വ്യക്തി കൂടെ മിനിസ്ട്രീൻ്റെ കൂടെ ജോലി ചെയ്യേണ്ട ഒരു അവസ്ഥ വരുമ്പോൾ ആ വ്യക്തി പിന്മാറ്റത്തിൽ പോയെന്നൊക്കെ പറഞ്ഞ് അവനെ അനാവശ്യം പറയാൻ പാടില്ല. ആ വ്യക്തി ചിലപ്പോൾ അത് ചെയ്യുന്നത് സുവിശേഷത്തിൻ്റെ പേരിന് ഒരു കോട്ടവും വരാതിരിക്കാൻ വേണ്ടിയായിരിക്കും. കാരണം ഞാൻ സുവിശേഷ വേല ചെയ്യാണ്, എനിക്കൊരു എംപ്ലോയി ഇല്ല, എന്നെ സഹായിക്കാൻ ആരുമില്ല, എനിക്കൊരു വരുമാന മാർഗ്ഗമില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പൂർണ്ണസമയ സുവിശേഷ വേലയ്ക്ക് കമ്മിറ്റഡ് ആയിട്ടുള്ള ഞാൻ എന്ത് ചെയ്യും? എങ്ങനെ ജീവിക്കും? മറ്റുള്ളവരെ ആശ്രയിക്കുന്നതിന് പകരം, മറ്റുള്ളവരെ പറ്റി അപവാദങ്ങൾ പറയുന്നതിന് പകരം ഞാൻ സ്വന്തമായിട്ടൊരു ജോലി ചെയ്തിട്ട് അധ്വാനിച്ച് ഞാൻ ആ പൈസ ഉണ്ടാക്കുകയാണെങ്കിൽ എനിക്ക് ജീവിക്കാനുള്ളതും അത് ഉപയോഗിച്ചിട്ട് ഞാൻ സുവിശേഷ വേല ചെയ്യുകയാണെങ്കിൽ അത് എത്രയോ മാന്യമായ ഒരു കാര്യമായിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് പൂർണ്ണസമയ സുവിശേഷ വേല ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി, അവൻ പൗലോസിനെ പോലെ ചില സാഹചര്യങ്ങളിൽ ജോലി ചെയ്യേണ്ടതായിട്ട് വന്നാലും, ചില സാഹചര്യങ്ങളിൽ ബിസിനസ് ചെയ്യേണ്ടതായിട്ട് വന്നാലും, തൻ്റെ തൊഴിൽ ചെയ്യേണ്ടതായിട്ട് വന്നാലും, ആ പറയുന്ന സാഹചര്യങ്ങളിൽ അവൻ ദൈവത്തോട് തെറ്റ് ചെയ്യുന്നില്ല. ആ സാഹചര്യങ്ങളിൽ അവൻ കൂടുതൽ നന്മയാണ് വാസ്തവത്തിൽ ചെയ്യുന്നത് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.